എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഫോർമേഷൻസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ആ പുസ്തകത്തിലെ അവസാനത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. 6ാമത്തെ ബ്ലോക്ക്, അവസാനത്തെ ബ്ലോക്ക്, കണ്ടംപററി ക്യാപിറ്റലിസം. സമകാലീന കാലത്തുള്ള ക്യാപിറ്റലിസം ഏത് രീതിയിലാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബ്ലോക്കിൽ അതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലെ ആദ്യത്തെ യൂണിറ്റാണ് ഗ്ലോബലൈസേഷൻ. ഫസ്റ്റ് യൂണിറ്റ് ഗ്ലോബലൈസേഷൻ. നമ്മൾ വളരെ സുലഭിതമായി കേൾക്കുന്ന ഒരു വാക്കാണ് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും ദിനം പ്രതി ആയിട്ട് നമ്മുടെ നേരിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നേരിട്ട് വായിച്ചറിയാൻ പറ്റുന്ന, പത്രങ്ങളിലൂടെ വരെ നമുക്ക് വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ. ശരിക്കും പറഞ്ഞൊരു ക്ലാസിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കാവുന്ന, നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്, അഥവാ ആഗോളവൽക്കരണം. നമുക്കത് എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഗ്ലോബലൈസേഷനെയാണ് ആധുനിക ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ആധുനിക ക്യാപിറ്റലിസത്തിന്റെ തന്നെ കണ്ടംപററി ഇന്ന് നിലനിൽക്കുന്ന ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ, അതാ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ അത് ലോക മാർക്കറ്റിൽ തന്നെ, അല്ലെങ്കിൽ ഒരു രാജ്യം സാമ്പത്തിക വ്യവസ്ഥയില ഒരു രാജ്യം ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ലോക മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ വേർഡ്സിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ദേശീയ തലത്തിൽ എത്തിക്കുകയും ആ പ്രൊഡക്റ്റ് ആ ദേശീയ തലത്തിൽ നിന്ന് ലോകമെമ്പാടും എത്തുക. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന വസ്തു ലോകമെമ്പാടുമുള്ള വിപണിയിലെത്തുന്ന ആ ഒരു സ്ഥിതിയെയാണ്, അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബലൈസേഷൻ വഴി ഉണ്ടാവുന്നത്, ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ദ റീജിയണൽ ആൻഡ് നാഷണൽ മാർക്കറ്റ്സ് മേക്കിംഗ് ഇറ്റ് എ വേൾഡ് മാർക്കറ്റ് എക്കോണമി. അതായത് ഒരു പ്രാദേശിക തലത്തിലുള്ള, ഒരു രാജ്യത്തിന്റെ പ്രാദേശിക തലത്തിലുള്ള ഒരു വസ്തുവിനെ അതിനെ എന്താ പറയുക, പ്രാദേശിക തലത്തിലുള്ള ഒരു വസ്തുവിനെ നാഷണൽ എക്കോണമി, ദേശീയ തലത്തിലുള്ള സാമ്പത്തിക രംഗവുമായി കൂട്ടിയോജിപ്പിക്കുകയും അങ്ങനെ അതിനെ ലോക മാർക്കറ്റിൽ ലോകവ്യാപകമായിട്ടൊരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കി എടുക്കുകയും ചെയ്തതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. പ്രാദേശിക വാണിജ്യത്തെ രാജ്യ വാണിജ്യവുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ലോക വ്യാപാര സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കുന്നതാണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാലും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി ഈ ആഗോളവൽക്കരണം വഴി സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ആഗോളവൽക്കരണം പോസിബിൾ ആവുകയും ചെയ്യുന്ന എങ്ങനെയാണ്, മൾട്ടിനാഷണൽ കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിലൊരു ആശയം പ്രാവർത്തികമാകുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസ് അപ്പോൾ ഈ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ ആയിട്ടുള്ള കമ്പനികളാണെന്ന് നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ സാധിക്കും. അങ്ങനെ അടുത്തത് എന്ന് പറയുന്നത്, ഈ ഒരു ഗ്ലോബലൈസേഷൻ വഴി എന്തൊക്കെയാണ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രീ മൂവ്മെന്റ് ഓഫ് ഐഡിയാസ്, കമോഡിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് പീപ്പിൾ ഫ്രം വൺ പാർട്ട് ഓഫ് ദി വേൾഡ് ടു ദി അനദർ പാർട്ട്. അതായത് ആളുകളുടെ ആശയങ്ങളുടെ, മനുഷ്യരുടെ ആശയങ്ങളുടെ, സ്വത്തിൻ്റെ, പിന്നെന്തിൻ്റെയാണ്, കമോഡിറ്റീസ്, ഉൽപ്പന്നങ്ങളുടെ ഒക്കെ യാത്രയാണ്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കുള്ള ഇവരുടെയൊക്കെ യാത്രയാണ്, ഇവരുടെയൊക്കെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് കാണുന്നത്. ഫ്രീ മൂവ്മെന്റ് ആണ് അല്ലേ, ഫ്രീ മൂവ്മെന്റ് ഓഫ് ഐഡിയാസ്, ആശയങ്ങൾ, കമോഡിറ്റീസ്, ഉൽപ്പന്നങ്ങൾ,
പീപ്പിൾ മനുഷ്യർ, ദെൻ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം. ഇത്രയും സാധനങ്ങളുടെ ഫ്രീ ഫ്ലോ ആണ് ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക്. അത് നമുക്ക് പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ്റെ ഒരു വരവ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്ലോബലൈസേഷൻ, എമർജൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ വന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു പുസ്തകത്തിൽ വേൾഡ് ഫോർമേഷൻസ് എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ വരണം. ഗ്ലോബലൈസേഷൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. പ്രത്യേകിച്ചും ക്യാപിറ്റലിസം മുതൽക്കുള്ളൊരു ഭാഗം, ഒരു സൊസൈറ്റി മധ്യകാല യൂറോപ്പിൻ്റെ അവസാനം മുതൽക്ക്, അതായത് ക്യാപിറ്റലിസത്തിൻ്റെ തുടക്കം മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു. അത് മുതൽക്കുള്ള ഇങ്ങോട്ടുള്ള ഒരു ഹിസ്റ്ററി തന്നെയാണ് ഗ്ലോബലൈസേഷൻ്റെ വരവിൻ്റെ എമർജൻസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ വ്യാപനത്തെ തുടർന്ന് ആഗോളവൽക്കരണം എന്നൊരു ആശയം വന്നു. നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ ആലോചിക്കാം. ഇപ്പം ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ആശയം വന്നു ഒരു 16-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട്. ക്യാപിറ്റലിസം ആശയം വന്നപ്പോൾ സ്വകാര്യ സ്വത്ത് വർദ്ധിക്കുകയാണ് അല്ലേ. സ്വകാര്യ സ്വത്തുക്കൾ വർദ്ധിച്ചപ്പോൾ അത് നിക്ഷേപിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ മത്സരങ്ങൾ ഉണ്ടാകുന്നുണ്ടായി. ഇതേ സമയത്താണ് വാണിജ്യബന്ധം, കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് വാണിജ്യബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വരുന്നത്. ഇതൊക്കെ ഒരേ സമയത്താണ് നടക്കുന്നത്. അങ്ങനെ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വന്നു, പുതിയ സഞ്ചാരപാതകൾ, വാണിജ്യപാതകൾ കണ്ടെത്തി. അങ്ങനെ നിന്നുപോയ വാണിജ്യം, കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് നിന്നുപോയ വാണിജ്യം യൂറോപ്പുകാർ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ട്രേഡ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഒഴുക്കിന് കാരണമായി. അപ്പം ട്രേഡ് മുഖാന്തരം, വാണിജ്യം മുഖാന്തരം കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ഈ ഒരു ക്യാപിറ്റലിൻ്റെ ഒഴുക്കുണ്ടാവുകയാണ്. യൂറോപ്പിൽ നിന്ന് ക്യാപിറ്റലിൻ്റെ ഒഴുക്കുണ്ടാവുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതെന്തായി മാറി? അതൊരു കോളനി ആയിട്ട് മാറി. ക്യാപിറ്റലിസം എന്താ പറയുന്നത്, ഈ കിഴക്കൻ രാജ്യങ്ങളുടെ മേൽ യൂറോപ്യൻ രാജ്യങ്ങൾ കോളനി ആക്കിക്കൊണ്ട് കോളനി ഭരണത്തിന് തുടക്കം കുറിച്ചു. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ കോളനി വൽക്കരണം തുടങ്ങി. ഇനി ക്യാപിറ്റലിസം അവിടെ നിലനിൽക്കുന്ന സമയത്ത് ക്യാപിറ്റലിസത്തിലൂടെ സംഭവിച്ച മറ്റൊരു മാറ്റമായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. ട്രേഡ് റിലേഷൻസ് മാത്രം, വാണിജ്യ ബന്ധങ്ങളും വാണിജ്യ കുത്തകകളും മാത്രം ഉണ്ടായിരുന്ന യൂറോപ്പ് കോളനികളായിട്ട് കിഴക്കൻ രാജ്യങ്ങളെ മാറ്റാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ വ്യാവസായിക വിപ്ലവമായിരുന്നു. വ്യാവസായിക വിപ്ലവം വഴി കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരു വലിയ ഉയർച്ച ഉണ്ടാക്കി. ബ്രിട്ടൻ ആയിരുന്നു അതിൻ്റെ തുടക്കക്കാരല്ലേ. ബ്രിട്ടനിൽ ഈ ഒരു ഉയർച്ച ഉണ്ടായപ്പോൾ ബ്രിട്ടൻ എന്താണ് ചെയ്തത്? ബ്രിട്ടനുമായിട്ട് വാണിജ്യമുണ്ടായിരുന്ന ഏഷ്യൻ രാജ്യങ്ങൾ, കിഴക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളുടെ മേൽ കോളനി സ്ഥാപിച്ചു. അങ്ങനെയാണ് ഇന്ത്യ, പാകിസ്ഥാൻ അടക്കമുള്ളവർ ബ്രിട്ടീഷിൻ്റെ കോളനിയായി മാറിയത്. അപ്പോൾ ഈ ഒരു കോട്ടൺ പ്രൊഡക്ഷന് വേണ്ടി, കോട്ടൻ്റെ മീത് ആധിപത്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വിജയകരമായിട്ടുള്ള പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് മറ്റ് വ്യാവസായിക മേഖലകളൊക്കെ ഉയരുന്നതിന് വേണ്ടിയിട്ടെല്ലാം 18-ാം നൂറ്റാണ്ട് മുതൽക്ക് ബ്രിട്ടീഷുകാർ വളരെ ആസൂത്രിതമായിട്ട് ഏഷ്യൻ രാജ്യങ്ങളെ കോളനിയാക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിരുന്നു? കോളനി വൽക്കരണം ഉണ്ടായി അല്ലേ. ഈ കോളനി വൽക്കരണം വഴിയാണ് കിഴക്കൻ രാജ്യങ്ങളുടെ മേൽ ആദ്യമായിട്ട് വൻകിട കമ്പനികളുടെ ഒക്കെ ഒരു ഒഴുക്കൊക്കെ വരുന്നത്. വെച്ചാൽ അന്ന് ഇത്രയും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ്, ഇന്നത്തെ ബ്രാൻഡഡ് കമ്പനീസ് ഒന്നും അല്ല, പക്ഷെ അന്നുണ്ടായിരുന്ന കമ്പനികൾ ഈ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ മേലൊരു ആധിപത്യം സ്ഥാപിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ഒരു ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കോളനി വൽക്കരണം, കൊളോണൈസേഷൻ ആയിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ കോളനി വൽക്കരണമൊക്കെ നടത്തി ഈ കോളനി ആക്കപ്പെട്ട രാജ്യങ്ങളിൽ യൂറോപ്പിൻ്റേതായിട്ടുള്ളൊരു കൾച്ചർ, യൂറോപ്പിൻ്റേതായിട്ടുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈല്, യൂറോപ്പിൻ്റേതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ യൂറോപ്പിൻ്റേതായിട്ടുള്ളത് ഇവിടെ നിക്ഷേപിച്ചിട്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഏഷ്യൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തിരിച്ചു പോയത്. ഈ തിരിച്ചു പോകുമ്പോഴും ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പൂർണ്ണമായിട്ട് തിരിച്ചു പോയല്ല, അവരുടെ പല കാര്യങ്ങളും ഇവിടെ നിക്ഷേപിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിൽ തന്നെ കോളനിവൽക്കരണത്തിൻ്റെ ബാക്കിയായി തന്നെ ഈ പല രാജ്യങ്ങളിലും ആ ഒരു വെസ്റ്റേൺ ചായ്വ് അല്ലെങ്കിൽ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കോളനികളൊക്കെ അവിടുന്ന് അവസാനിപ്പിച്ചിട്ട് യൂറോപ്പുകാർ തിരിച്ചുപോയി. 2ാം ലോക യുദ്ധം സംഭവിച്ചു. അതിനുശേഷം എന്താ പറയുക, സാമ്പത്തിക രംഗത്ത് വലിയൊരു അട്ടിമറികൾ ഉണ്ടായി. ദെൻ എന്ത് സംഭവിക്കുകയാണ്? സാമ്പത്തിക രംഗം തിരിച്ചു പിടിക്കാൻ തുടങ്ങി വേണ്ടിയിട്ട് പിന്നെയും വ്യവസായങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഈ കോളനികളെ ഇനി ഡയറക്റ്റ് ഭരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്നത്.
പല ബ്രാൻഡ് കമ്പനികളും വന്നിട്ട് ഈ കമ്പനികളിലായിട്ട് ഈ പല രാജ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകൾ ഉണ്ടാകുന്നു. പല രാജ്യങ്ങളിലും ഈ മൾട്ടിനാഷണൽ കുത്തക കമ്പനികളുടെ ബ്രാഞ്ചുകൾ തുടങ്ങുക. അങ്ങനെ രീതിയിലേക്ക് പിന്നെയും ഈ ഒരു ഒഴുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇന്ന് കാണുന്ന രീതിയിലേക്ക് വരുന്നത്. പിന്നെ പല രാജ്യങ്ങളിലും അത് ഗ്ലോബലൈസേഷനെ അംഗീകരിച്ചുകൊണ്ട് ഒരു ആക്ട്, നിയമങ്ങൾ പല രാജ്യങ്ങളും പാസ്സാക്കുകയുണ്ടായി. 1992 91 കാലഘട്ടത്തിൽ 91-92 കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി ആദ്യം 1990 ഒക്കെ ഒരു അവസാനത്തിൽ 89 അവസാനം 89-90 ഈ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് വന്നിട്ടുള്ള രാജീവ് ഗാന്ധി അസാസിനേഷന് ശേഷമെല്ലാം വന്നിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ അതിനോട് അനുകൂലമാവുകയും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ തുടങ്ങി വെച്ച ഈ ഒരു സംരംഭം പിന്നീട് ഇന്ത്യ ഏറ്റെടുക്കുക, അങ്ങനെയാണ് ഇന്ത്യയിൽ വരുന്നത്. 90കളിലാണ് ഇന്ത്യയിൽ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അതിനു മുമ്പ് തന്നെ പല രാജ്യങ്ങളിലും പല ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പിന്റെ തന്നെ പല രാജ്യങ്ങളും US ഇതൊക്കെയും ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വളരെ ചുരുങ്ങിയ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ക്യാപിറ്റലിസം മുതൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വരെ എന്താണ് ഈ ഗ്ലോബലൈസേഷന്റെ ചരിത്രത്തിന്റെ ഗ്ലോബലൈസേഷൻ വരുന്നതിൻ്റെ ഒരു ചരിത്രമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം നമുക്കിനെ ചുരുക്കി പറയാം. ആദ്യം ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ വ്യാപനം സംഭവിക്കുന്നു. രണ്ടാമതായിട്ട് പുതിയ രാജ്യങ്ങളിലേക്ക്, ന്യൂലി ഡിസ്കവേർഡ് സ്റ്റേറ്റ്സിലേക്ക് പുതിയ വാണിജ്യപാതകൾ തുടങ്ങിയവയ്ക്ക് വാണിജ്യം, ട്രേഡ് വ്യാപിപ്പിക്കുന്നു. മൂന്നാമതായിട്ടും കോളനികൾ സ്ഥാപിക്കുന്നു. കൊളോണിയലിസം, സ്ലേവറി, മെർക്കന്റിലിസം, ഇത് മൂന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളുടെയും കൂട്ടിയോജിപ്പിക്കൽ വഴിയായിട്ടാണ് ലോക വിപണി എന്ന് പറയുന്നത്, ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് തുടങ്ങുന്നത്. കൊളോണിയലിസത്തിലൂടെയാണ് ഗ്ലോബൽ മാർക്കറ്റ് തുടങ്ങുന്നത്. ദെൻ ബ്രിട്ടനിൽ 18ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നു. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് ഒരു കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ തുടക്കത്തിന് കാരണമാകുന്നത്. ദെൻ കൊളോണിയലിസം ടേൺസ് ടു ഇമ്പീരിയലിസം. ബ്രിട്ടനൊക്കെ ഒരു വലിയ ഇമ്പീരിയലിസ്റ്റ് പവറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം 20ാം നൂറ്റാണ്ടിൽ രണ്ടാം ലോക യുദ്ധമെല്ലാം സംഭവിച്ചതിന് ശേഷം മൾട്ടിനാഷണൽ കമ്പനികളുടെ രൂപേണ ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്നൊരു ആശയം പല ഇൻഡസ്ട്രിയൽ രാജ്യങ്ങളും പല വ്യാവസായിക രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ്. ഉദാരവൽക്കരണം വാണിജ്യ രംഗത്ത്. അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയും സംഭവിക്കുന്നു. അങ്ങനെ 20th സെഞ്ച്വറിയിൽ ഈ ആശയങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്, വേൾഡ് ബാങ്ക്, ഇതൊക്കെ UN കീഴിലുള്ള ഓർഗനൈസേഷൻസ് ആണ്. ഇവരുടെ എല്ലാ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു ആഗോള വിപണി ഉണ്ടാവുകയും ആഗോള മാർക്കറ്റിൽ, ലോക വിപണിയിലെല്ലാം കിട്ടുന്ന രീതിയിലേക്ക് ഗ്ലോബലൈസേഷൻ എന്ന ആശയം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷന്റെ ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പറയുന്നത് ഇൻക്രീസ് ഇന്റർ കണക്ഷൻസിന്റെ കൂടുതൽ. ദെൻ ഹോമോജനൈസേഷൻ രണ്ടാമതായിട്ട്. മൂന്നാമത്തേത് അൺഈവൺ ഡെവലപ്മെന്റ്. നാലാമത്തെ പോയിന്റ് ഇൻക്രീസ്ഡ് മൊബിലിറ്റി. അഞ്ചാമത്തത് പവർ ഡൈനാമിക്സ്. ഇത്രയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തത് ഇൻക്രീസ്ഡ് ഇന്റർ കണക്ഷൻസ്. എന്താണ് ഇന്റർ കണക്ഷൻസ് പറയുമ്പോൾ? പരസ്പരമുള്ള ബന്ധങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത്, പരസ്പര ബന്ധങ്ങൾ ഉയർന്നു വന്നതിനെയാണ് ഇൻക്രീസ്ഡ് ഇന്റർ കണക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാങ്കേതിക രംഗത്ത്, ഗതാഗത രംഗത്ത്, വിനിമയ രംഗത്ത്, അങ്ങനെ അതിർവരമ്പുകൾക്ക് അപ്പുറമായിട്ട് ആളുകൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്, രാജ്യങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു ബൗണ്ടറിയിലെ അപ്പുറത്തേക്ക്, ബൗണ്ടറിലെസ് റിലേഷൻസ് എന്ന് പറയും, ബൗണ്ടറികളുടെ അപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. അതാണ് അടുത്തൊരു പോയിന്റാണ് ഹോമോജനൈസേഷൻ. ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഏകത ഉണ്ടാവും, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കും ഒരേപോലത്തെ സംസ്കാരങ്ങൾ, ഒരേ സംസ്കാരം എന്നല്ല പറയുന്നത്, പക്ഷെ പല സംസ്കാരങ്ങളും കൂടിക്കൊഴയുന്ന ഒരു സ്ഥിതിയിൽ ഒരു ഏകത ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൂടുതലായിട്ടും പാശ്ചാത്യ സംസ്കാരം മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുക, അങ്ങനെ ഒരു സ്ഥിതിയാണ് പാശ്ചാത്യ സംസ്കാരം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാശ്ചാത്യരുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ
ഈവൺ എന്തിനാ ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷയടക്കം പാശ്ചാത്യരുടേതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് വന്നതാണ് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള അതിനെയാണ് ഹോമോജിനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് ആണ് അൺഈവൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അൺഈവൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ വഴി സമ്പന്നരായവർക്ക് എല്ലാതും പെട്ടെന്ന് കൈയെത്തുന്ന ദൂരത്തായി, സമ്പന്നരായിട്ടുള്ളവർക്ക് എല്ലാതും എളുപ്പത്തിലാവുകയും വികസനം അവർക്ക് പിന്നെയും വികസനം ഉണ്ടാവുകയാണ് ഉണ്ടാകുന്നത്. ഒരു സമ്പന്നരാൾക്ക് ഈ വലിയ വലിയ കമ്പനികളിൽ നിന്ന് വലിയ കോർപ്പറേറ്റുകളുടെ തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കുക, ഉപയോഗിക്കുക, അതൊന്നും വലിയ ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുക, അതൊന്നും വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പൊ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മേടിക്കാനും അങ്ങനെ അവരിൽ വികസനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് ഈ ബ്രാൻഡഡ് സാധനങ്ങളിലേക്ക് എത്താനും ഇത് ഉപയോഗിക്കാനൊന്നും പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വെൽത്തിയസ്റ്റ് പീപ്പിൾ പിന്നെയും വെൽത്തി ആവുമ്പോൾ പുവർ പീപ്പിൾ കണ്ടീഷൻ റിമെയിൻസ് സെയിം. അതേപോലെ തന്നെ അവർ നിലനിൽക്കുന്ന ഒരു ദരിദ്രരായിട്ടുള്ളവർ അതേപോലെ തന്നെ ഒരു നിലനിൽക്കുക. അങ്ങനെ കുറേ കാലത്തോളം അങ്ങനെ സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നും അങ്ങനെ സിറ്റുവേഷൻ നേരിടുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അൺഈവൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻക്രീസ്ഡ് മൊബിലിറ്റി. ഇൻക്രീസ്ഡ് മൊബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാതും പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങി. ആളുകളായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, ആശയങ്ങളായിക്കോട്ടെ, പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ചലനം വേഗത്തിലായി. ഒരു വിപണിയിൽ എത്തണം, അത് വിപണിയിൽ എത്തിയിട്ട് അത് പെട്ടെന്ന് തന്നെ എല്ലാവരും മേടിക്കണം, നമുക്ക് കാശുണ്ടാക്കണം, ആ ഒരു വേഗത അതുകൂടി. അതാണ് പറഞ്ഞത് ഇൻക്രീസ്ഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഇൻക്രീസ്ഡ് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ അസുഖങ്ങളുടെയും അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ തകർച്ചയുടെയും വേഗതയും കൂടിയെന്ന് നമ്മൾ വേണം പറയണം. അപ്പോൾ ആളുകളുടെ ആരോഗ്യം ക്ഷയിക്കാനും തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിനെ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതി ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ വരവോട് കൂടിയിട്ടുണ്ടായിട്ടുണ്ട്. അതാണ് ഇൻക്രീസ്ഡ് മൊബിലിറ്റിയിൽ ഒരു പോയിന്റ്. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പവർ ഡൈനാമിക്സ്. പവർ ഡൈനാമിക്സ് അല്ലെ, അധികാരം. നമുക്കറിയാം ഈ ഒരു കോർപ്പറേറ്റുകളുടെ അധികാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളൊക്കെ കേൾക്കട്ടോ. അതുകൊണ്ട് നമുക്ക് അറിയാം എന്താണ് പവർ ഡൈനാമിക്സ്. അധികാര കേന്ദ്രമായി മാറുന്ന സ്ഥിതി. ചില പ്രത്യേക രാജ്യങ്ങൾ ലോകം മൊത്തം ഭരിക്കുന്ന അധികാര കേന്ദ്രങ്ങളായിട്ട് മാറുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് പവർ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ മൾട്ടി കോർപ്പറേറ്റ് കമ്പനികളുടെ കൈകളിലേക്ക് അധികാരം പോകുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. ഈ മൾട്ടിനാഷണൽ കമ്പനികളും അതുപോലെ തന്നെ ലോകത്ത് തന്നെ അധികാരം നിലനിർത്തുന്ന ചില രാജ്യങ്ങളുണ്ടായിരിക്കും. അവരാണ് ലോകത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനമെടുക്കുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ വരെ തീരുമാനിക്കാൻ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ ചില രാജ്യങ്ങൾക്കും സാധിക്കുന്നു എന്നതിനാണ് പവർ ഡൈനാമിക്സ് എന്ന് പറയുക. അധികാര ശക്തി ചിലരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ ഇത്രയും ഗ്ലോബലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു വളർച്ചയ്ക്ക് പ്രധാനമായിട്ടും കാരണമായത്, ഗ്ലോബലൈസേഷന് പ്രധാനമായിട്ടും കാരണമായത് എന്തായിരിക്കാം? റോൾ ഓഫ് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. വിവര സാങ്കേതിക വിദ്യകളുടെ ഉയർച്ചയാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ആശയം വേഗത്തിലാവാൻ കാരണമായത്. ഗതാഗത സൗകര്യങ്ങൾ കൂടിയപ്പോൾ ചരക്കുകൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിക്കാനുള്ള വേഗത കൂടി. ഇപ്പം എയർലൈൻസ് വഴിയൊക്കെ സാധനങ്ങൾ പെട്ടെന്ന് എത്തുന്നു, ആളുകൾ പെട്ടെന്ന് എത്തുന്നു, അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായി. ഇന്റേണൽ ട്രേഡിനാണെങ്കിൽ റെയിൽവേസ് വർദ്ധിച്ചു. അങ്ങനത്തെ ഒരുപാട് ട്രേഡ് ആക്ടിവിറ്റീസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ മാറ്റം വന്നപ്പോൾ പിന്നെ സ്റ്റീം എൻജിൻ, ടെലഗ്രാഫ് തുടങ്ങിയവയുടെ വരവുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ടെലഫോണ്, പിന്നീട് ഇപ്പോഴത്തതിൽ പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ്, ലോകത്തെ മൊത്തം കണക്ട് ചെയ്യുന്ന ഇന്റർനെറ്റ്, ഇതിൻ്റെയൊക്കെ വ്യാപനം എന്തിനു സഹായിച്ചിട്ടുണ്ട്? ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ വ്യാപനത്തിന് സഹായിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതിൻ്റെ ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ ഡയമെൻഷൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി അവിടുത്തെ ഗവൺമെൻറ് ആയിരിക്കും, അല്ലെ ഗവൺമെൻറ്റിൻ്റെ മുഖാന്തരമായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുക. ഈ ഗ്ലോബലൈസേഷൻ്റെ വരവോട് കൂടിയിട്ട് രാജ്യത്തിലൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് ലോ മേക്കിംഗ് അതോറിറ്റിയും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയമവ്യവസ്ഥതയൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കടമ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് രാജ്യത്തിനെ നിയന്ത്രിക്കുന്നത് മറ്റു ചിലരാവുന്നൊരു സ്ഥിതിനെയാണ് പൊളിറ്റിക്കൽ ഡയമെൻഷൻ നമ്മൾ പറയുന്നത്. രാജ്യങ്ങളിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം ഗവൺമെൻറ്റുകൾ വരിക, ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങളും ഒരു ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കണമെന്നും
ഈവൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും ഒരു ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്നത്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളും കോർപ്പറേഷനുകളും ആവുന്നതാണ് ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് രാഷ്ട്രീയ മാറ്റം. സ്വാധീനം ചെലുത്തുകയാണ്, ഈ കോർപ്പറേറ്റുകൾ സ്വാധീനം ചെലുത്തുകയാണ് രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ. ഇനി എക്കണോമിക് ഡയമെൻഷൻസ്, പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ മൾട്ടിനാഷണൽ കമ്പനീസ്, കോർപ്പറേഷൻസ് ഇടപെടുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഗ്ലോബലൈസേഷൻ വഴി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ലോകവ്യാപകമായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരു രാജ്യത്തുള്ള ഒരാൾക്ക് വേറൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യാനുണ്ടാവുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ. ദെൻ നിക്ഷേപവും മത്സരവും കൂടി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും അതിനു വേണ്ടിയിട്ടുള്ള മത്സരവും കൂടുകയുണ്ടായി. പല മേഖലകളിലും തൊഴിലാളികൾ ഇല്ലാതായി എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എക്കണോമിക് എക്സ്പെക്റ്റ് എടുക്കുമ്പോൾ ലേബർ എന്ന് പറയുന്നതിന് പകരം അവിടെയൊക്കെ എന്താണ്, മെഷീനോ അങ്ങനത്തെ ലേബേഴ്സ് തൊഴിലാളികളുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നൊരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. ദെൻ അധികാരവും സമ്പത്തും ചിലരുടെ കയ്യിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സം പീപ്പിൾ, ചില ആളുകളുടെ കയ്യിൽ മാത്രം സ്വത്ത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നത് ഗ്ലോബലൈസേഷന്റെ ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ പല ഗവൺമെന്റുകളെയും നിയന്ത്രിച്ചിരുന്നത് ഇത്തരത്തിലുള്ള പല കോർപ്പറേറ്റുകളുമായിരുന്നു എന്നുള്ളതും ഒരു രാജ്യത്തിന്റെ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ദെൻ മറ്റൊന്നാണ് കൾച്ചറൽ ഡയമെൻഷൻ, സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ. എന്താണ് സാംസ്കാരികപരമായിട്ട് പറയുമ്പോൾ എന്താ പറയുക, എല്ലാതും കൂടെ ഒരു ഏകത ഉണ്ടായി നമ്മൾ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക രീതികൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ഡ്രസ്സിൽ, ഫുഡിൽ, പിന്നെന്താണ് തോട്ട്സിൽ, ഐഡിയാസിലും അങ്ങനെ പല കാര്യങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവുന്ന, മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതി നമുക്ക് ഈ കൾച്ചറൽ ഡയമെൻഷൻസിൽ കാണാൻ സാധിക്കും അല്ലേ. ഇപ്പം നമ്മളുടെ വസ്ത്രങ്ങളിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. കേരളത്തിൽ പണ്ടുള്ള ഒരു ഉപയോഗിച്ചിരുന്ന വസ്ത്രമൊന്നുമല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ദെൻ ഭക്ഷണം, ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കെ, പക്ഷെ പല രാജ്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ചോറും കറി മസാലകൾ, അച്ചാറുകളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലേതായിട്ടുള്ള പല സംഭവങ്ങളും പുറം രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. ആ രീതിയിലുള്ള മാറ്റമുണ്ട്. അതേപോലെ തന്നെ അവരുടെ ടിൻഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇപ്പോൾ ന്യൂഡിൽസ് പോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടിലേക്കും വരുന്നത് എങ്ങനെ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഫുഡ്, ഡ്രസ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളിലും ഈവൻ തോട്ട്സിൽ വരെ എന്താ പറയുക, നമ്മളിവിടെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും പല രാജ്യങ്ങളിലും കാര്യങ്ങൾ കേട്ടറിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ മാറ്റങ്ങൾ വേണ്ടതെന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ ആശയങ്ങളിൽ വരെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതാണ്. പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. എന്താണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു, ആഗോളവൽക്കരണത്തിൻ്റെ ഇമ്പാക്റ്റ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി അത് വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക്